മക്കളെ 2026 ജെഇ മെയിൻ്റെ സെഷൻ 1 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസായിരിക്കുന്ന ആർക്കൊക്കെയാണെന്ന് നോക്കുക. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 21, 22, 23, 24 തീയതികളിലെ അഡ്മിറ്റ് കാർഡ് മാത്രമാണ് റിലീസായിരിക്കുന്നത്. ബാക്കി അതായത് ഈ പറഞ്ഞ 4 ഡേറ്റ് 21 തുടങ്ങി 24 വരെയുള്ള തീയതികളിൽ പേപ്പർ 1 ബി.ടെക് എഴുതുന്ന കുട്ടികൾക്ക് മാത്രമുള്ള അഡ്മിറ്റ് കാർഡാണ് റിലീസായിരിക്കുന്നത്. റിലീസ് ചെയ്തിരിക്കുന്നത് ജനുവരി 17-ാം തീയതിയാണ്. ഇനി റിലീസാവാൻ ബാക്കിയുള്ളത് 28, 29 തീയതികളിൽ പേപ്പർ 1 ബി.ടെക്, പേപ്പർ 2ൻ്റെ ബി.ആർക്ക്, അതുപോലെ പേപ്പർ 2ബിയുടെ ബി പ്ലാനിങ്, ഈ എക്സാമുകളുടെ അഡ്മിറ്റ് കാർഡാണ് റിലീസാവാനുള്ളത്. അപ്പോൾ ആ റിലീസാവുന്നത് ഉടനെ തന്നെ, എക്സാമുകൾക്ക് 2-3 ദിവസം മുമ്പ് തന്നെ എന്തായാലും റിലീസാവും. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കോമൺ ആണ്. ഇപ്പോൾ ഈ 21 തുടങ്ങി 24 വരെയുള്ള ഡേറ്റിൽ എക്സാം ഉള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കുമൊക്കെ ഈ വീഡിയോ കോമൺ ആയിരിക്കും. ഡേറ്റ്, സെഷൻ ഒക്കെ മാറുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടത്, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന അഡ്മിറ്റ് കാർഡ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാം ഉള്ളവർക്കും കോമൺ തന്നെയായിരിക്കും. 21 തുടങ്ങി 24 വരെ എക്സാം ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യേണ്ട കുട്ടികൾ are required to download their admit card of JEE. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് jemain.nta.nic.in എന്നുള്ള സൈറ്റിലാണ്. ജനുവരി 17 തുടങ്ങി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമായി തുടങ്ങും. ഇനി അഡ്മിറ്റ് കാർഡ് ഫോർ ദ കാൻഡിഡേറ്റ്സ് ഹൂസ് എക്സാംസ് ആർ ഷെഡ്യൂൾഡ് ഓൺ 28 and 29 ജനുവരി വിൽ ബി റിലീസ്ഡ് ഇൻ ഡ്യൂ കോഴ്സ്. ഈ 2 ഡേറ്റുകാർക്ക് പിന്നീടേ വരുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദ കാൻഡിഡേറ്റ്സ് ആർ ഓൾസോ റിക്വയർഡ് ടു എൻഷുവർ ദാറ്റ് ദ QR കോഡ് ആൻഡ് ദ ബാർ കോഡ് ഈസ് അവൈലബിൾ ഓൺ ദ അഡ്മിറ്റ് കാർഡ്. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ മേലെ ഒരു QR കോഡ് ഉണ്ടാവും, ഒരു ബാർ കോഡ് ഉണ്ടാവും. അത് രണ്ടും വിസിബിൾ ആയിരിക്കണം. ദെൻ ഓൾ കാൻഡിഡേറ്റ്സ് ഷുഡ് ബ്രിങ് ദ ഫോട്ടോ ID ആസ് അപ്ലോഡഡ് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫോട്ടോ ID കാർഡ് ആ ദിവസം നിങ്ങൾ എക്സാമിൻ്റെ ഒപ്പം കൊണ്ടുവരികയും വേണം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിന് പിന്നാലെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. അതേപോലെ എന്ത് ചെയ്യണം? കെയർഫുള്ളി റീഡ് ദ സബ്ജക്ട് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസ്, ആ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കുകയും വേണം. ഇനി അതിൽ അഡ്മിറ്റ് കാർഡ് നോക്കുക. അഡ്മിറ്റ് കാർഡ് 4 പേജുകളിലായിട്ടാണുള്ളത്. അതിൽ ഞാൻ ഈ കാണിക്കുന്ന ഫസ്റ്റ് പേജ് മാത്രമാണ് അഡ്മിറ്റ് കാർഡിന് നിർബന്ധമായിട്ടും വേണ്ടത്. ഇതിൽ 1ാമത്തെ പേജ് നോക്കുക. ഈ 1ാമത്തെ പേജിൽ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും കുട്ടിയുടെ. ഇത് ഏത് ഫോട്ടോഗ്രാഫാണെന്ന് ചോദിച്ചാൽ അന്ന് ലൈവ് ഫോട്ടോ എടുത്താൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്തതല്ല, നിങ്ങൾ കൊടുത്ത ലൈവ് ഫോട്ടോ ആണ് ഇതിലുണ്ടാവുക. അപ്പോൾ ആ ഫോട്ടോയും ചെക്ക് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പേരുണ്ടാവും, ജെൻഡർ ഉണ്ടാവും, കാറ്റഗറി ഉണ്ടാവും, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അച്ഛൻ്റെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ഉണ്ടാവും, സ്ക്രൈബ് റിക്വയർഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആ QR കോഡ് ഉണ്ടാവുക. ഇത് നിർബന്ധമായിട്ടും അതിലുണ്ടാവണം. അതുപോലെ ഇതാണ് റോൾ നമ്പർ ബാർ കോഡ് ഉണ്ടാവുക. ഇതും നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇവിടെ കുട്ടിയുടെ സിഗ്നേച്ചർ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചറും ഉണ്ടാവും. ഇതാണ് അഡ്മിറ്റ് കാർഡിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി ആ ടെസ്റ്റ് ഡീറ്റെയിൽസ് എൻ്റെ താഴേക്ക് ഉണ്ടാവും. ഈ QR കോഡിൻ്റെ ഒക്കെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾ ഏതിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ പേപ്പർ 1 ബി.ടെക്കിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് കുട്ടി. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 24-ാം തീയതിയാണ് എക്സാം. സെക്കൻഡ് ഷിഫ്റ്റിലാണ് എക്സാം. ടൈമിംഗ് നോക്കുക, 3 മണി തുടങ്ങി 6 മണി വരെയുള്ള സെഷനിലാണ് എക്സാം ഉണ്ടാവുക. റിപ്പോർട്ടിംഗ് ടൈം 1 മണിക്കാണ് കൊടുത്തിരിക്കുന്നത്. 1 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഇനി എൻട്രി ക്ലോസിങ്, അതായത് ഗേറ്റ് ക്ലോസിങ് എപ്പോഴാണ്? 2:30-ക്കാണ്. ഈ 2:30-ക്ക് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2:30-ക്കല്ല അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഈ 1 മണിക്കാണ്. അപ്പോൾ എല്ലാവരുടെയും ഗേറ്റ് ക്ലോസിംഗ് ടൈം ഈ 2:30 അല്ലെങ്കിൽ 1:30 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഗേറ്റ് ക്ലോസിംഗ് ടൈം എല്ലാവർക്കും കോമൺ ആയിരിക്കും. അപ്പോൾ ആ ടൈം നിങ്ങൾക്ക് ചെല്ലാനുള്ള സമയമല്ല, നിങ്ങൾ സെൻറ്ററിൽ എത്തേണ്ട സമയം ഈ 1 മണിയാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കുക. റിപ്പോർട്ടിംഗ് ടൈം എന്താണോ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ റിപ്പോർട്ടിംഗ് ടൈമിൽ തരണം. ഇനി നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ള ഇവിടെ കൃത്യമായ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഫോട്ടോ ID അപ്ലോഡഡ് ബൈ കാൻഡിഡേറ്റ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, ആധാർ കാർഡാണ്. അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ ഒറിജിനൽ കൊണ്ടുപോവുകയും വേണം. ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത് അതാണ് കൊണ്ടുപോകേണ്ടത്. ഇവിടെ നിങ്ങൾ പാസ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, പാസ്പോർട്ട്, പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഏതാണോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ ഡോക്യുമെൻ്റ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ഇനി അതിൽ നോക്കുക, സെൽഫ് ഡിക്ലറേഷൻ, അഥവാ അതിൻ്റെ താഴേക്ക്, ആ ഫോട്ടോ ഒക്കെ ഉള്ളതിൻ്റെ താഴേക്ക് സെൽഫ് ഡിക്ലറേഷൻ, അതേ ഫസ്റ്റ് പേജിൽ തന്നെയാണ് ഈ കാണുന്നത്. അതിൽ കുട്ടിയുടെ പേര് ഇവിടെ ഉണ്ടാവും, കുട്ടിയുടെ ഫുൾ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെ ഓൾറെഡി പ്രിൻ്റഡ് ആണ്. നിങ്ങൾ അതിൻ്റെ താഴേക്കുള്ളതുമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുട്ടി ഒന്നുമില്ല, കുട്ടിയുടെ പേര്, കുട്ടിയുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു നോക്കിയതാണെന്നും, ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ കാൻഡിഡേറ്റ് ഞാൻ വായിച്ചു നോക്കിയതാണെന്നും,
അതേപോലെ ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വായിച്ചു നോക്കി ഉറപ്പ് വരുത്തി എന്നുള്ളതാണ് ഈ അണ്ടർടേക്കിംഗ്. ഇനി ഇവിടെ കുട്ടിയുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഏത് ഫോട്ടോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ലൈവ് ഫോട്ടോഗ്രാഫ് അല്ല, നിങ്ങൾ അന്ന് അപ്ലോഡ് ചെയ്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയുടെ ഒരു കോപ്പിയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. ഇനി കൂടാതെ കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകണം. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത് ഓൾറെഡി നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഈ ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, തമ്പ് ഇംപ്രഷൻ എടുത്തിട്ടുണ്ടാവണം. ഇവിടെ സിഗ്നേച്ചർ ഇടേണ്ടതാണ്, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇടരുത്. ഈ സിഗ്നേച്ചർ എപ്പോഴാണ് ഇടേണ്ടത്? ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ. ഇൻവിജിലേറ്റർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് സൈൻ ചെയ്യാൻ പറയുമ്പോൾ മാത്രമേ ചെയ്യാവൂ. പക്ഷേ ബാക്കി 2 കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ. ഈ സിഗ്നേച്ചർ നിങ്ങൾ അവിടെ ചെയ്യരുത്. എക്സാം ഹോളിൽ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ മാത്രമേ ചെയ്യാവൂ. ഇനി രണ്ടാമത്തെ പേജിൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യുന്നു. ഒന്ന്, നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ചെല്ലുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് ശേഷം ഒരാളെ പോലും പെർമിറ്റ് ചെയ്യില്ല, അതും ശ്രദ്ധിക്കണം. അതേപോലെ നോ കാൻഡിഡേറ്റ് ഷാൽ ബി പെർമിറ്റഡ് ടു ലീവ് ദ എക്സാം ഹോൾ ബിഫോർ ദ എൻഡ് ഓഫ് എക്സാമിനേഷൻ കംപ്ലീറ്റ് കഴിയാതെ. നിങ്ങളുടെ എക്സാം കഴിഞ്ഞാൽ പുറത്തു വിടുമെന്നല്ല, ടോട്ടൽ എത്ര മണി വരെയാണോ എക്സാം അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ നിങ്ങളെ പുറത്തു വിടൂ, അല്ലാതെ നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങളെ പുറത്തു വിടില്ല, അതും ശ്രദ്ധിക്കാം. ഇനി അഡ്മിറ്റ് കാർഡിൽ 4 പേജുകളാണ്. പേജ് 1 നിങ്ങളുടെ സെൻറ്റർ ഡീറ്റെയിലും സെൽഫ് ഡിക്ലറേഷനും ഒക്കെ ഉണ്ടാവും. പേജ് 2 ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. പേജ് 3 ഇമ്പോർട്ടൻറ്റ് അഡ്വൈസറി. പേജ് 4 നോൺ ആധാർ കാൻഡിഡേറ്റ്. ഇതിൽ എല്ലാവരും നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടത് ഈ പേജ് 1 ആണ്. ബാക്കി ഈ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേജിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ആധാർ ഉപയോഗിച്ചല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ മാത്രം പേജ് 4 കൂടി. അങ്ങനെ 2 പേജേ നിങ്ങൾ കൊണ്ടുപോകേണ്ടതുള്ളൂ. ബെറ്റർ ഈ ഫസ്റ്റ് പേജിൻ്റെ ഒരു കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുകയായിരിക്കും ബെറ്റർ. കളർ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല, പക്ഷേ ബെറ്റർ എന്താണ്, കളർ എടുക്കുകയാണ്. കളർ വേണമെന്ന് അവർ നിർബന്ധം പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും കളർ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫൊക്കെ അതിലുള്ളത് കൊണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാം. പിന്നെ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ QR കോഡ് നിർബന്ധമായിട്ടും ഉണ്ടാവണം, അതേപോലെ ബാർകോഡും നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പോൾ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അത് കാണുന്നില്ല എങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് പേജിലെ കാര്യങ്ങൾ പറഞ്ഞു, സെക്കൻഡ് പേജിൽ ഇൻസ്ട്രക്ഷൻസിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പേജ് നിങ്ങൾ കൊണ്ടുപോകണമെന്നില്ല. ഇനി ഇഫ് റിലീജിയൻ ഓർ കസ്റ്റം ഡ്രസ് റിക്വയർ, നിങ്ങളൊരു റിലീജിയസ് അല്ലെങ്കിൽ കസ്റ്റം ഡ്രസ്സാണ് ഉപയോഗിക്കാൻ മതപരമായ ഡ്രസ്സാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിംഗ് ഏർലി ഫോർ ദ ചെക്കിംഗ് ഓർ മാൻഡേറ്ററി ഫ്രിസ്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ടൈമിന് ഒരു 15 മിനിറ്റ് മുമ്പ് കൂടി ചെല്ലാൻ ശ്രദ്ധിക്കുക, റിലീജിയസ് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. Then no candidate would be allowed to enter the exam center without admit card and undertaking valid ID proof. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ, അതായത് അഡ്മിറ്റ് കാർഡ് വിത്ത് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ സിഗ്നേച്ചറും ഒക്കെ ഉള്ളൊരു പേജ് ഉണ്ടല്ലോ, അതായത് അഡ്മിറ്റ് കാർഡ് പ്ലസ് വാലിഡ് ID പ്രൂഫ്, ഇതൊന്നും ഇല്ലാതെ കാര്യത്തില്ല. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകുന്നുണ്ട്, അത് പറയാം. ഇനി കാൻഡിഡേറ്റ്സ് വിൽ ബി പെർമിറ്റഡ് ടു ക്യാരി ഓൺലി ദ ഫോളോവിങ് ഐറ്റംസ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എക്സാം സെൻറ്ററിൽ കയറ്റും. ഒന്ന്, പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. നിങ്ങൾക്കൊരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, ഒരു മിനറൽ വാട്ടർ ബോട്ടിൽ വാങ്ങി അതിൻ്റെ സ്റ്റിക്കർ ഒഴിവാക്കിയാൽ ആ പ്രശ്നം അവിടെ ഒഴിവാകും. നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കാം. എ സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻറ്റ് പെൻ, നിങ്ങളുടെ റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ട്രാൻസ്പെറൻറ്റ് പെൻ, സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന നോർമൽ ക്രിസ്റ്റൽ ടൈപ്പ് പെന്നുകളുണ്ട്, അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന ആ പെന്ന് നിങ്ങൾക്ക് ഒരെണ്ണം കൊണ്ടുപോകാം. അതിപ്പോൾ ബ്ലൂ ആയാലും കുഴപ്പമില്ല, ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല. ദെൻ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ഫ്രം NTA വെബ്സൈറ്റ്. ഒരു ക്ലിയർ ആയിരിക്കുന്ന ഒരു അഡ്മിറ്റ് കാർഡ്, അതായത് നമ്മൾ പറഞ്ഞ ഫ്രണ്ട് പേജ്. ദെൻ അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആലോചിക്കുക, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരെണ്ണം എക്സ്ട്രാ കരുതണം അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ. അപ്പോൾ എത്ര ഫോട്ടോഗ്രാഫ് നിങ്ങൾ കരുതണം? 2 ഫോട്ടോഗ്രാഫ്. ഇത് രണ്ടും ഒരുപോലത്തേതായിരിക്കണം. അന്ന് നിങ്ങൾ JEE അപ്ലൈ ചെയ്യാൻ നേരത്ത് അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ 2 കോപ്പി ഉണ്ടാവണം. ഒന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പേസ്റ്റ് ചെയ്തു, ഒന്ന് നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ കൊടുക്കണം, അറ്റൻഡൻസ് ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കൊടുക്കണം. അങ്ങനെ 2 ഫോട്ടോ കയ്യിലുണ്ടാവണം, റൈറ്റ്. ഇത് കൂടാതെ ഒറിജിനൽ വാലിഡ് ID പ്രൂഫ്, അതായത് വാലിഡ് ID പ്രൂഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏത് പ്രൂഫാണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ അഡ്മിറ്റ് കാർഡിൽ കാണിച്ചു. അഡ്മിറ്റ് കാർഡിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്ന്. അപ്പോൾ അവിടെ ആധാർ ആണെങ്കിൽ നിങ്ങൾ ആധാർ കൊണ്ടുപോകണം, അവിടെ ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾ ലൈസൻസ് കൊണ്ടുപോകണം, അവിടെ പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ്, അത് ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ ഫോട്ടോസ്റ്റാറ്റ് അല്ല.
അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ആയിട്ട് അങ്ങനത്തേതല്ല, ഒറിജിനൽ തന്നെ അവിടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് നോക്കിയാൽ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം, പക്ഷേ പെന്ന് നിർബന്ധമായിട്ട് റഫ് വർക്കിന് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാട്ടർ ബോട്ടിൽ, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. രണ്ടാമത്തേത് എന്താണ്? നിങ്ങളൊരു പെന്ന് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. മൂന്നാമത്തേത് എന്താണ്? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. നാലാമത്തേത് എന്താണ്? 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒന്ന് ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ കയ്യിൽ കരുതുക. ഇതുകൂടാതെ എന്തുകൂടി കൊണ്ടുപോകണം? നിങ്ങളുടെ ID പ്രൂഫ് കൂടി കൊണ്ടുപോകണം. ഇത്രയും കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. വാട്ടർ ബോട്ടിൽ, പെന്ന്, അഡ്മിറ്റ് കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ID പ്രൂഫ്. ആ 2 പാസ്പോർട്ടിൽ ഒന്ന് അതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡിൽ ഒന്ന് കയ്യിൽ വേറെയും കരുതുക, ID പ്രൂഫ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം. ഇനി ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഇതിനൊരു ഒരു കോപ്പി, അത് കളർ ആവണമെന്നില്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടി ഒന്ന് കോപ്പി ചെയ്ത് എവിടെ വെക്കണം? നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കണം. കാരണം ഇത് പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ വേണ്ടി വരുന്നത് കൊണ്ട് ഇതിനൊരു കോപ്പി നിങ്ങളുടെ കയ്യിൽ സേഫായി സൂക്ഷിക്കുക. റൈറ്റ്. ഇനി ഈ സെൽഫ് ഡിക്ലറേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സെൽഫ് ഡിക്ലറേഷൻ അതിൽ ഫോട്ടോ പേസ്റ്റ് ചെയ്യുക, തമ്പ് ഇംപ്രഷൻ ഇടുക. ഇതൊക്കെ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം സെൻറ്ററിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടാവണം. ഇനി അതുപോലെ ശ്രദ്ധിക്കുക, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ നിങ്ങളുടെ ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അഡീഷണൽ ടൈമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടുക. അതും ശ്രദ്ധിക്കണം. അതേപോലെ ഡ്രോയിങ് ടെസ്റ്റുള്ള BRക്ക് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട ജോമെട്രി ബോക്സ്, പെൻസിൽ, ഇറേസർ, കളർ പെൻസിൽ, ക്രയോണൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. അതിലെന്ത് പെർമിറ്റ് ചെയ്യില്ല? വാട്ടർ കളർ പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ. അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളും നിങ്ങളുടെ കൂടെ പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ ഷൂസ് വിത്ത് തിക് സോൾസ്, ഗാർമെൻറ്റ്സ് വിത്ത് ലാർജ് ബട്ടൺ, ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതായത് ഒരു ഡ്രസ് കോഡ്, ഒരു സിമ്പിളായ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ബട്ടൺ ഉള്ളത്, ഒരുപാട് ലെയറുകളുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ അതുപോലെ മെറ്റൽ പാർട്ടുകളുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഷൂസ് ഉപയോഗിക്കാതിരിക്കുക. അതായത് സാധാരണ നമ്മൾ നീറ്റ് പോലെ ഉള്ള എക്സാമുകൾക്ക് പറയുന്ന ഡ്രസ് കോഡ് ഫോളോ ചെയ്താൽ നീറ്റിനോളം സ്ട്രിക്റ്റ് അല്ല എങ്കിൽ കൂടി ഒരു ഡ്രസ് കോഡ് ഉള്ളത് കൊണ്ട് ഒരു സിമ്പിൾ ടൈപ്പ് ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മെറ്റൽ പാർട്ടുകളൊന്നും ബോഡിയിൽ ഉണ്ടാവാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ആഭരണങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ കുറച്ച് സേഫ് എന്ന് പറഞ്ഞാൽ എക്സാം ഹോളിൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക, വാച്ച് ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെ പോവുകയാണ്. ഒരു സിമ്പിൾ ടൈപ്പ് ഡ്രസ്സ് ഉപയോഗിക്കുക. ബോഡിയിൽ ഒരു മെറ്റൽ പാർട്ടും ഉണ്ടാവാൻ പാടില്ല, ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് കൊണ്ടുപോകാൻ പാടില്ല, ഒരുപാട് ലെയറുകളുള്ള ഡ്രസ്സ് ആവാൻ പാടില്ല, ഓവർകോട്ട് പോലുള്ള ഡ്രസ്സ്, ഒരുപാട് ലൂസ് ആയിട്ടുള്ള ഒരുപാട് പോക്കറ്റുകളുള്ള ഡ്രസ്സ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അത് ഒരു വലിയ ഇഷ്യൂ അല്ല എങ്കിൽ കൂടി നിങ്ങൾ ഇങ്ങനെയുള്ള ഡ്രസ് കോഡ് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി ബയോ ബ്രേക്ക്, നിങ്ങൾക്ക് എക്സാമിനിടയ്ക്ക് നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോകാൻ പെർമിറ്റ് ചെയ്യും. പക്ഷേ അതിന് ശേഷവും നിങ്ങൾക്ക് ഫ്രിസ്കിംഗ് ഉണ്ടാവും. പോയതിന് തിരിച്ചു വന്നതിന് ശേഷവും ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അതിന് അഡീഷണൽ ടൈം വേറെ തരില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ദെൻ റഫ് ഷീറ്റ് മസ്റ്റ് ബി ഡ്രോപ്ഡ് ഇൻ ദ ഡെസിഗ്നേറ്റഡ് ഡ്രോപ്പ് ബോക്സ് ബിഫോർ ലീവിങ് ദ ഹോൾ. അതായത് നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഷീറ്റ് തരും. ആ റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന ഷീറ്റ് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും, അതിൽ നിങ്ങൾ ഇടണം. അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്കത് കീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അതേപോലെ ഡ്യൂലി ഫിൽഡ് അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ബി ഡ്രോപ്ഡ്. നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങളോട് വാങ്ങി വയ്ക്കും, അല്ലെങ്കിൽ നിങ്ങളവിടെ ലീവ് ചെയ്തിട്ട് വേണം വരാൻ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങി വയ്ക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇനി ഇതാണ് പേജ് നമ്പർ 3, ഇമ്പോർട്ടൻ്റ് അഡ്വൈസറി. ജനറൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി 4ാമത്തെ പേജ് നോക്കുക, ഡിക്ലറേഷൻ ഫ്രം നോൺ ആധാർ കാൻഡിഡേറ്റ്സ്. ആധാർ ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്തതെങ്കിൽ, അതായത് നിങ്ങൾ JEE അപ്ലൈ ചെയ്ത് ആധാർ ഉപയോഗിച്ചിട്ടല്ല എങ്കിൽ മാത്രം ഈ ഫോം കൂടി, ഈ 4ാമത്തെ പേജ് കൂടി എടുക്കുക. അതിൽ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേരൊക്കെ കൊടുത്ത് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്ത ഇഷ്യൂ എന്നുള്ളതൊക്കെ ഇവിടെ ടിക്ക് ചെയ്ത് അതിൻ്റെ ബാക്കി നിങ്ങളുടെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ ID ഒക്കെ എഴുതി ഇത് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഈ ഷീറ്റ് നിങ്ങൾ സിഗ്നേച്ചറും ഇട്ടതിന് ശേഷം, ഇത് നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ ഇട്ടാൽ മതി. ഇവിടെ നിങ്ങൾ സിഗ്നേച്ചറും ഇട്ടതിന് ശേഷം ഇത് നിങ്ങൾ എക്സാം ഹോളിൽ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം കൊണ്ടുപോകണം. അപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു ഷീറ്റ് ഇതാണ്. ഇത് ആർക്കാണ് ബാധകം? ആധാർ ഉപയോഗിച്ചല്ല രജിസ്റ്റർ ചെയ്തതെങ്കിൽ. ആധാർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ 1ാമത്തെ പേജും, ആധാർ ഉപയോഗിച്ചല്ല രജിസ്റ്റർ ചെയ്തതെങ്കിൽ 1ാമത്തെയും 4ാമത്തെയും പേജുമാണ് കൊണ്ടുപോകേണ്ടത്. ഇനി എക്സാമിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ പാറ്റേണിൽ പേപ്പർ 1 BTech, ഇത് CBT മോഡിലാണ് നടക്കുക. അപ്പോൾ ഇതിൽ നോക്കുക, മാത്സിൽ സെക്ഷൻ Aയിൽ 20 ക്വസ്റ്റൻ ഉണ്ടാവും, സെക്ഷൻ Bയിൽ 5 ക്വസ്റ്റൻ ഉണ്ടാവും. ഫിസിക്സിലും 20 ക്വസ്റ്റൻ ഉണ്ടാവും, സെക്ഷൻ Aയിൽ, സെക്ഷൻ Bയിൽ 5 ക്വസ്റ്റൻ. കെമിസ്ട്രിയിലും സെക്ഷൻ A 20, സെക്ഷൻ B 5 ക്വസ്റ്റൻ. അങ്ങനെ ടോട്ടൽ 75 ക്വസ്റ്റനാണ്. ഒരു ക്വസ്റ്റിന് 4 മാർക്ക് വീതമാണ് കിട്ടുക.
ഓക്കെ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും നെഗറ്റീവ് ഉണ്ടാവും. ഈ സെക്ഷൻ എയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്താൽ മതി. നേരെ തിരിച്ച് സെക്ഷൻ ബി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളായിട്ട് ഒരു വാല്യൂ അപ്ലോഡ് അല്ലെങ്കിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു വിർച്വൽ കീപാഡ് ബോർഡിലുണ്ടാവും, സ്ക്രീനിലുണ്ടാവും. അപ്പോൾ ആ സ്ക്രീനിൽ ഉള്ള വിർച്വൽ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് സെക്ഷൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ എ അവിടെ തന്നെ ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ ABCD ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. എങ്കിൽ സെക്ഷൻ ബി നിങ്ങൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 2 സെക്ഷനായിട്ടാണ്, ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. ഇനി ഇതിലെ മാർക്കിംഗ് സ്കീം നോക്കുക. കറക്റ്റ് ആൻസറിന് 4 മാർക്ക് ഉണ്ടാവും, ഇൻകറക്റ്റ് ആണെങ്കിൽ -1, അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ 0 ആയിരിക്കും. അൺആൻസേർഡ്, അതായത് മാർക്ക് ഫോർ റിവ്യൂ. സെലക്ഷൻ നിങ്ങൾ ഫോർ റിവ്യൂ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാതെ റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പിന്നീട് നോക്കാൻ വേണ്ടി മാറ്റി വെച്ചതിനും ആൻസർ ചെയ്യാത്തതിനുമൊക്കെ 0 ആയിരിക്കും. നേരെ തിരിച്ച് 4 മാർക്കായിരിക്കും ശരി ഉത്തരത്തിന്, തെറ്റിയാൽ 1 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതിപ്പോൾ സെക്ഷൻ എ എടുത്താലും സെക്ഷൻ ബി എടുത്താലും സെക്ഷൻ ബിയിലും ഈ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ സെക്ഷൻ എയിലെ 20 ക്വസ്റ്റിനും സെക്ഷൻ ബിയിലെ 5 ക്വസ്റ്റിനും ഓരോ സബ്ജക്റ്റിനും ഈ 20 + 5 അങ്ങനെയുള്ള സെക്ഷനാണ്. അപ്പോൾ അതിൽ 2ലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഇനി പേപ്പർ 2A നോക്കുക. ബി ആർക്കിൽ പാർട്ട് 1 മാത്സ് ഉണ്ടാവും, പാർട്ട് 2 ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇത് രണ്ടും CBT ആണ്. എന്നാൽ പാർട്ട് 3 ഡ്രോയിങ് ടെസ്റ്റ് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആണ്, ഓഫ്ലൈനായിട്ട്. അത് കമ്പ്യൂട്ടറിലല്ല, നിങ്ങൾ പെൻ ആൻഡ് പേപ്പറിലാണ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. മാത്സിന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ എയിൽ 20, 4 ഓപ്ഷനിൽ നിന്ന് 1 എടുത്താൽ മതി. സെക്ഷൻ ബി 5 ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ ന്യൂമറിക്കൽ നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ 4 മാർക്ക് വീതം 100 മാർക്ക് കിട്ടും. പാർട്ട് 2 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, 50 ക്വസ്റ്റ്യൻ ആണ്, × 4 200 മാർക്കാണ്. ഈ ഡ്രോയിങ് ടെസ്റ്റിൽ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യൻ 50 മാർക്ക് വീതം 100 മാർക്കാണ്, ടോട്ടൽ 400 മാർക്കിലാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ എ 20 ക്വസ്റ്റ്യൻ MCQ ആണ്, സെക്ഷൻ ബി ഹൗ ടു ആൻസർ ടു ബി ഫിൽഡ് ആസ് ന്യൂമറിക്കൽ വാല്യൂ. There will be negative marking for both section and section B. ഈ ഡ്രോയിങ് ടെസ്റ്റ് മാത്രമാണ് എന്തില്ലാത്തത്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത്. ബാക്കിയൊക്കെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, സെക്ഷൻ എടുത്താൽ 4 മാർക്കാണ് കറക്റ്റ് ഉത്തരം, ഒരെണ്ണം തെറ്റിയാൽ 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ ആൻസർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുകയില്ല. ഡ്രോയിങ് ടെസ്റ്റിന് മാത്രം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. ബാക്കി ഏത് സെഷൻ എടുത്താലും നിങ്ങൾക്ക് +1, ശരി ഉത്തരത്തിന് 4 മാർക്കും, തെറ്റിയാൽ -1 ഉണ്ടാവുക. ഇനി പേപ്പർ 2B നോക്കുക. അതായത് ബി പ്ലാനിങ്ങിൻ്റെ എക്സാം നോക്കിയാൽ പാർട്ട് 1 മാത്സ്, പാർട്ട് 2 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പാർട്ട് 3 പ്ലാനിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. നിങ്ങൾ BR എടുക്കുമ്പോൾ മാത്രമാണ് ഡ്രോയിങ് ടെസ്റ്റ് ഉള്ളത്, അതിൽ മാത്രമേ ഉള്ളൂ പെൻ ആൻഡ് പേപ്പർ. ബാക്കി എല്ലാത്തിനും ഇത് CBT തന്നെയാണ്. അതിൽ മാത്സിൽ നേരത്തെ പറഞ്ഞ പോലെ 20 ക്വസ്റ്റ്യൻ, സെക്ഷൻ എയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടതുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 50 ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് വീതം 200. പ്ലാനിങ്ങിന് 25 ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് വീതം 100. അങ്ങനെ 400 മാർക്കിൻ്റെ എക്സാമാണ്. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ബൂത്ത് സെക്ഷൻ ആൻഡ് സെക്ഷൻ ബി. എല്ലാത്തിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർക്കിംഗ് ശ്രദ്ധിക്കുക. ശരി ഉത്തരം കിട്ടിയാൽ 4 മാർക്ക്, തെറ്റിയാൽ -1 ഉണ്ടാവും. മാർക്കിംഗ് സ്കീം ഞാനിവിടെ ഒരിക്കൽ കൂടി മെൻഷൻ ചെയ്യുന്നു. ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റിയാൽ -1, ആൻസർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ വിതൗട്ട് സെലക്ടിങ് ദ ഓപ്ഷൻ ആണെങ്കിൽ 0 ആണ് ഉണ്ടാവുക. അത് ഇവിടെ ഡ്രോയിങ് ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് എല്ലാ സെക്ഷനും ഈ നെഗറ്റീവ് മാർക്കിംഗ് ബാധകവുമാണ്. ഡ്യൂറേഷൻ നോക്കുക. പേപ്പർ 1 BE ടെക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എഴുതുന്ന കുട്ടികൾക്ക് 3 മണിക്കൂറാണ് എക്സാമിന് ഉണ്ടാവുക. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് 4 മണിക്കൂർ എക്സ്ട്രാ ടൈം കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ പേപ്പർ 2A അതായത് BR എഴുതുന്നവർക്ക് മാത്സ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡ്രോയിങ് ടെസ്റ്റ് 3 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് 4 മണിക്കൂർ കിട്ടും. അതുപോലെ പേപ്പർ 2B അതായത് ബി പ്ലാനിങ്ങിന് മാത്സ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പ്ലാനിങ് ബേസ്ഡ്. അതായത് ഈ മാത്സും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഈ 2 കൂട്ടർക്കും കോമണാണ്. BRക്കിന് ഡ്രോയിങ് ടെസ്റ്റ് വരുന്നിടത്ത് ബി പ്ലാനിങ്ങിന് പ്ലാനിങ് ബേസ്ഡ് ക്വസ്റ്റൻ ആവുന്നേ ഉള്ളൂ. സമയം 3 മണിക്കൂർ തന്നെയാണ്. 4 മണിക്കൂർ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് എക്സ്ട്രാ 1 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. ഇനി പേപ്പർ 2A 2B രണ്ടും ഒന്നിച്ച്, BRക്കും ബി പ്ലാനിങ്ങും ഒന്നിച്ച് ചെയ്യുന്നവർക്ക് മാത്സ്, ആപ്റ്റിറ്റ്യൂഡ് കോമണാണ്. പ്ലാനിങ് ബേസ്ഡും ഡ്രോയിങ് ടെസ്റ്റും അഡീഷണലി എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോട് കൂടുതൽ കിട്ടി 3.5 മണിക്കൂറായിരിക്കും എക്സാം. ഇത് രണ്ടും ഒന്നിച്ച് ചൂസ് ചെയ്തവർക്ക് 3.5 മണിക്കൂർ എക്സാം ആയിരിക്കും. അപ്പോൾ അവിടെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 4 മണിക്കൂറും 10 മിനിറ്റുമായിരിക്കും എക്സ്ട്രാ ടൈം കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ JEEയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വളരെ പെട്ടെന്ന്, അതായത് ആർക്കൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് റിലീസായിരിക്കുന്നത്, എന്താണ് അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സാം, അതിനെത്ര സമയമുണ്ടാവും, അതിൻ്റെ മാർക്കിംഗ് സ്കീം എന്താണ് എന്ന് വേണ്ട എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയോ ചെയ്യുകയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ
വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.